നീ എന്താടാ വിചാരിച്ച എന്നെ കുറിച്ച്? അല്ല വയസ്സിലല്ലേ ഇപ്പൊ കാര്യം. ഇപ്പൊ ബുച്ചിരിക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, കുട്ടിക്ക് ഇഷ്ടമാണ്, കുട്ടിക്ക് കുട്ടി ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു ഉമ്മ. നിന്നെ നോക്കലേ ബെഞ്ചോന്നല്ലേ വിളിച്ചത്. എന്തോരം പെമ്പിള്ളേരാണോ ഈ മുതുക്കില് മൊത്തവും? ഇതൊക്കെ എന്താ? ഞാൻ നോക്കട്ടെ വന്നേ. ഇതൊക്കെ ആരാടാ ഇതൊക്കെ? ചന്ദ്രു ഇതെല്ലാം ഓൾറെഡി കമ്മിറ്റഡ് ആണ്. നമ്മളെ പെമ്പിള്ളേർക്ക് ബിസിയാണ്, കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ എല്ലാരും ടെസ്റ്റ് ചെയ്യാൻ. കാണാൻ പറയാ ഇത് മറ്റേ കക്കാശിന്റെ പെണ്ണ്. ഇതാര്? ഇത് കൽക. പിന്നെ ഇത് എല്ലാരും കമ്മിറ്റഡ്. അമ്മ പോവാലെ. ഇഷ മാത്രമാണ് കമ്മിറ്റഡ് അല്ലാത്തല്ലേ ഇഷ? സത്യം. ഇപ്പൊ മനസ്സിലായില്ലേ? കമ്മിറ്റഡ് ആൾക്കാർക്കാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ. മനസ്സിലായോ? പെണ്ണുങ്ങളെ വിഷയമുണ്ട്, ആണുങ്ങൾ ഇവിടെ എല്ലാരും കമ്മിറ്റഡ് അല്ല. പറയുമ്പോ ആണുങ്ങൾ ഇപ്പൊ എല്ലാരും കമ്മിറ്റഡ് അല്ലേ? എന്ത് പാച്ചടാ ഇത്? ഹലോ എന്താ സൂപ്പർ സൂപ്പർ. ഇതാരാ? എന്റെ പേര് കബൂക. കബൂക. എടാ നമ്മള് കുറച്ച് ഡ്രസ് സൂപ്പർമാൻ ഡ്രസ് എങ്ങനെയുണ്ട്? അത്ര നമുക്കില്ലേ മുച്ചിരി പെണ്ണുങ്ങളെ പരീക്ഷിക്കും. മുച്ചിരി ഇങ്ങോട്ടാ. അതിന്റെ കമ്പിളിയും മാറ്റി. ഇല്ലല്ലോ എന്തൊക്കെയാ പറയണേ? എന്താ നീ എനിക്ക് കഴമുട്ടിക്ക് വെച്ചനെ പോലെ നീ എന്നെ കണ്ടിട്ട് നിനക്ക് എന്താണ്? ഒരു ചിന്തിച്ചാൽ മുച്ചിരി മുച്ചിരി അതെന്തൊരു കോലടാ മുച്ചിരി. എന്തിനാണ് കൈ കളയാനാ? അല്ല എങ്ങനെ നോക്കട്ടെ. ഇപ്പൊ പെയിന്റിൽ പേരെന്താ ചോദിച്ചോട്ടെ? പേരെന്തര്? ക്രൂവലാണെന്ന്. കടാ ഇത് ഇവനെ മുച്ചിരി കളിച്ചിരിക്കുകയാണ്. മുച്ചിരിക്ക് എനിക്കൊന്നും പറഞ്ഞ മുച്ചിരിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുക മുച്ചിരിക്ക്. ആ മന്ദാരം നീ സംസാരിക്കണം. മന്ദാരം മന്ദാരം കുട്ടിയായിട്ട് നീ കള്ളൊക്കെ പറഞ്ഞറിഞ്ഞല്ല. ആ നീ എന്തോ കുട്ടിയെ വളയ്ക്കാൻ നോക്കണെന്ന് പറഞ്ഞ് കള്ളൊക്കെ പറഞ്ഞ് വളയ്ക്കാൻ നോക്കണം പറഞ്ഞ്. നീ നിനക്ക് കൊറേ പിള്ളേരുണ്ട്, പിള്ളേരെ നോക്കാൻ നിനക്ക് ഒരു അമ്മ വേണം, നീ ഒരു ആയ വേണമെന്ന് അറിയൂ. നീ എന്താ കൊച്ചിനെ വല്ല ആയിട്ട് കണ്ട? മനുഷ്യക്കോഴിയാ? നീ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഇത് 2 ലൈൻ വലിക്കാൻ നോക്കല്ലേ. കീറിപ്പോവേ മന്ദാരം, കീറുവേ നെടുകെ കീറുവേ. അതിനുള്ള കഴിവൊന്നും നമ്മളെ ചേർക്കുന്നില്ലേ വെറുതെ. അതൊന്നും പറഞ്ഞു പറ്റിക്കല്ലേ. എനിക്കിത് ഇഷ്ടമല്ല. വേറെ ആൾക്കാര് പറയുന്നതായിട്ട് എന്റെ അടുത്ത് വന്ന് പറയുന്നത് എനിക്ക് പിന്നെ എല്ലാവർക്കും പറഞ്ഞോട്ടെ അങ്ങോട്ട്. അമ്മ അതിനുള്ള കഴിവൊന്നുമില്ല, അതിനുള്ള കഴിവൊന്നുമില്ല. ഇതാരാ? കുട്ടിയുടെ പേരെന്തര്? എന്റെ പുതിയ നിന്റെ മുടി എവിടെ? ജോലിയുടെ സ്ഥിതിയില്ല. ഞാൻ ഒരു പിയാനോ നോക്കുന്നുണ്ട്. ഓൾറെഡി മന്ദാരത്തിന്റെ പി എ വർക്കാണ് ചെയ്യുന്നത്. മന്ദാരം ഞാൻ പി ആക്കട്ടെ. മന്ദാരം വേണ്ട വേണ്ട, ഒരു മന്ദാരത്തിന്റെ പി ആണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വാടാ നായിന്റെ മോനെ. എങ്ങോട്ടാ പോന്നേ? എന്ത് രസമുണ്ട്? ചന്ദ്രൻ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
എന്ത് റെഡിയാക്കിണ്ടത് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രു എന്ന് പറയുമ്പോ അപ്പുകുട്ടാ വാ, വാ. ഇതെന്താ കയ്യിന്ന് പോവാത്ത ആ ചന്ദ്രു ചന്ദ്രു ഒന്ന് ഹലോ പേരെന്താ കുട്ടിയുടെ പേരെന്താ പേര് ക്രൂവല്ല. ക്രൂവലിനെയോ ക്രൂവല്ല. എന്താ ഇങ്ങനെ ഒരു പേര്? ചന്ദ്രന് ലുക്കാണോ വലുത് അതോ സ്നേഹമാണോ? എന്ത് സ്നേഹം നീ എന്താടാ വിചാരിച്ച എന്നെ കുറിച്ച്? കുട്ടീനെ കാണാൻ വെറൈറ്റി ആയിട്ടുണ്ട് ചന്ദ്രു അതെ വെറൈറ്റി ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കുട്ടി ഇപ്പൊ വന്നാണോ സിറ്റിയില്? എന്തായിട്ടുള്ള പെണ്ണാന്ന് ആ എവിടെ ജോ, എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? ചന്ദ്രനെ സ്നേഹിക്കാൻ ആരുമില്ല. നിങ്ങളൊക്കെ ഇല്ലേ? നമ്മളാണല്ലേ നമ്മളെല്ലാരും സ്നേഹിക്കണം സ്നേഹം പോരെ? ആണെന്ന് വേണ്ടെന്ന് കുട്ടി 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 അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മംഗളിക്കാൻ പറ്റും ആണുങ്ങളെ ഇല്ലല്ലോ അതന്നെയാ ഉച്ചി കുട്ടി നമുക്ക് ഇപ്പൊ ആണുങ്ങളെ മംഗളിക്കാൻ പറ്റൂലല്ലോ നമ്മളൊക്കെ സ്നേഹത്തില്. അങ്ങനെയല്ല കുട്ടി ഇപ്പൊ കുട്ടി കൈവക്കല്ലേ കുട്ടി സീരിയസ് അതല്ല കുട്ടി 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 ഞാൻ സത്യം പറയല്ല കുട്ടി സത്യം പറയല്ല. ഈ മുച്ചിരിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. ആ കുട്ടിയെ കണ്ടപ്പോ തന്നെ ക്രഷ് തോന്നിയെന്ന് എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നവേ. നമുക്ക് ഇരിക്കാം ഇരുന്ന് സംസാരിക്കാം. അവന് കഴിഞ്ഞ മറ്റൊരു പനി വന്നേന്ന് എലിപ്പനി. അപ്പൊ അവനാരും മുച്ചിരിക്ക് കുട്ടീനെ കണ്ടപ്പോ തന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട്. പെണ്ണുങ്ങളെ പേര് ഇല്ലടാ മുച്ചിരി നീ ചുമ്മാ നീ വെറുതെ മുച്ചിരി നിന്റെ ഉള്ളിലുള്ള ഇഷ്ടം എനിക്കാണ്. ഉള്ളിലുള്ള സ്നേഹം നമ്മളൊന്ന് പറഞ്ഞോട്ടെ. പെണ്ണ എത്ര വയസ്സായി? എന്തിന് എന്തിനാണോ ബേസ് എത്രയാലോ? എന്തായാലും നിന്നെങ്ങാട്ടി വയസ്സുണ്ടാവും മനസ്സിലായി. നിന്നെക്കാട്ടി വയസ്സാണ് നിന്നെക്കാട്ടി. ആ ബ്രോ അല്ല കുട്ടി മുച്ചിരി. വാട്ട്സ് യുവർ നെയിം ഗേൾ? I'm Cruella. അല്ല ഏജ് ആ പിള്ളേരോട് പ്രായം ചോദിക്കരുതെന്നാണ്. അതെന്തേ പെണ്ണുങ്ങൾക്ക് എന്ത് പ്രായമില്ലേ? എന്നാലും നാളെ പറയാനാ എന്ത് നിന്റെ ഏജ് പറഞ്ഞോടക്ക്. നീ നിന്റെ ഏജ് എന്റെ ഏജ് 17. പിന്നെ പെറ്റ സമയത്ത് പിന്നെ ചോദിച്ചല്ലാണ്ട് പിന്നെ ആരോ വലുതാന്ന് പെണ്ണെ. അല്ല കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് എത്ര വയസ്സായി? നല്ല വലിയുണ്ടല്ലേ ചുണ്ടാക്കി തോന്നിരിക്കുന്നു കറുത്തിരിക്കുന്നു കണ്ടമാനം വലിയ. God style ആ. Black lipstick ആ. ഓ God. അങ്ങനല്ലേ ഇവൻ കുറച്ച് ഉൾനാട്ടിന്ന് പറഞ്ഞാണ് മുച്ചിരി നമ്മളിലുണ്ട്. ഇവൻ കാട്ടിലെ മകനാണ്. ഇവൻ അറിഞ്ഞൂടെ ഒന്നും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കണ്ട പെണ്ണുങ്ങളെ ഇവനിപ്പോഴും പച്ചല വെച്ചാണ് പല്ല് കഴിക്കണേ. അതല്ല ഇപ്പൊ എന്റെ പണി. പഠിക്കാൻ സമയത്തില്ല. ആ പറഞ്ഞ ബേസ് പറയേ നിങ്ങള് ബേസ് എത്ര? കേൾക്കുന്ന സൗണ്ട് ഷൗട്ട് ആക്കാവോ? ഞാനൊരു 20 something. 20 സംതിങ് അപ്പൊ 29. 29 ഇല്ല, അതില് കുറവ് something. ആ 23. അപ്പൊ 25 സംതിങ് അല്ല മോളെ. അല്ല വയസ്സിലല്ലേ ഇപ്പൊ കാര്യം. ഇപ്പൊ മുച്ചിരിക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട് കുട്ടിക്ക് ഇഷ്ടമാണ്. കുട്ടിക്ക് കുട്ടി ഇഷ്ടപ്പെട്ട ഐ ലവ് യു ഉമ്മ. അതൊന്നും അത് അവന് ഇതൊന്നും പിടിച്ചേക്കാനുള്ള ഒരു കഴിവില്ല മനസ്സിലായോ? അവനങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടി അവന്റെ മുഖത്ത് നോക്കിട്ട് ഒറ്റ അടിക്കുമ്പോ എന്താ പറയാൻ പറ്റേ? യെസ് ഓർ നോ? യെസ് ഓർ നോ എന്താണ് പറയാ? യെസ് ഓർ നോ? പാപ്പോ നിന്നെ നോക്കലേ ഇപ്പൊ എന്റെ പണി. കുട്ടിയും അടിച്ചിട്ട് വിഷമിക്കല്ലേ റിജക്ഷൻ ഒക്കെ ആദ്യം കുറച്ച് വിഷമം കൊണ്ടാവണം. ആദ്യം കുറച്ച് വിഷമം കൊണ്ടാവും. കുഴപ്പമില്ല. സാരല്ല 100 റിജക്ഷൻ ഉണ്ടായാലും ഒരു നല്ല നടക്കും മനസ്സിലായ. കുട്ടി ഒന്ന് വന്ന ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു സെക്കൻഡ്. അതുണ്ട് ചന്ദ്രൻ സൗണ്ട് ഷൗട്ട് ഇട്ടേക്കുന്ന ഞാനേ കുട്ടീനെ എവിടെയോ ഈ സൗണ്ട് എവിടെയോ കേട്ട് മറന്ന പോലെ. എവിടെയെങ്കിലും ഏതെങ്കിലും കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടോ? മിസ്റ്റർ എക്സ് and like that RDC കുട്ടിയുടെ അനിയത്തിയോ ചേച്ചിയോ ചേച്ചിയമ്മയോ എടുത്തിയമ്മയോ അങ്ങനെ വല്ല ഉമ്മ ബാപ്പ അങ്ങനെ ആരെങ്കിലും ഉണ്ടായോ? എന്റെ അറിവിലില്ല. എനിക്ക് ഇല്ല.
അറിയാവുന്ന ആരെങ്കിലും തോന്നുന്നുണ്ടോ? ആ ഇല്ല പോലെ വെറുതെ ചന്ദ്രന് എന്നോട് സംസാരിക്കാൻ തോന്നി അത്ര തന്നെ. അപ്പൊ ഒന്നുകൂടെ വിളിച്ചാണോ? അല്ലല്ല എനിക്ക് സംസാരിക്കുന്നത് ഞാൻ വിളിച്ചോളാം കേട്ടാ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കല്ലേ ഇച്ചിരി. കേട്ടാ നീ അങ്ങനെ സംസാരിക്കാൻ വിളിക്കല്ലേ. നിന്നോടാണ് പറയുന്നത്. ഓളോട് നീ മാത്രല്ല സിറ്റിയിൽ പെണ്ണല്ലേ ഇഷ്ടം പോലെ ഉണ്ട്. നീ വിട്ടോ സ്ഥലം കളിയൊക്കെയോ. ഇല്ലല്ല കുട്ടി അത് ആൾക്ക് ചെറിയൊരു ചെറിയൊരു മെന്റൽ ഉണ്ടാവും. ആൾക്കാരോട് ഇങ്ങനെ ഇല്ലല്ല മാനസിക 17 വയസ്സല്ലേ ഉള്ളൂ മാറി ഞാൻ കുഞ്ഞാടി നിന്റെ പോലെ 1 കിലോ കുട്ടി ഇട്ടോണ്ട് വരാനാ ഞാൻ. 1 കിലോ കുട്ടി ചുമ്മാ മാനസിക രോഗി. അവന് ചെറിയ മാനസിക രോഗം കേട്ടോ. ഉള്ളത് ഉള്ള പോലെ പറയാനാ. അതിന്റെ ഒരു അവന് മഞ്ഞക്കാടുണ്ട് വീട്ടിൽ. റേഷൻ കാർഡ് പോലെ അടുത്ത മാസം പ്രായപത്യാവും. അടുത്ത മാസേ ആവത്തുള്ളൂ. പിന്നെ നിനക്ക് നാളാക്കി തരാണ് എന്തായത് പറയുമ്പോ എന്താ പാന്റിന്റെ ബെൽറ്റ് പാന്റിന്റെ അടിയില്. അതൊക്കെ ട്രെൻഡാണ് മനസ്സിലായില്ലേ. നിന്നെ പോലെ വാണപുത്ര പോലെ നടക്കണം എന്റെ സിറ്റിയില്. നിന്റെ ചെവിട്ടിൽ എന്തോന്ന് നിന്റെ 2 ചെവിയിൽ എന്തായിരിക്കണേ? ഒന്ന് മങ്കിക്ക് ലൂഫി വല്യപ്പൂപ്പന്റെ മറ്റേ കമ്പിളി പുതപ്പും മുത്തുമാലയും. ഇതെന്ത് എടാ അത് തെറിയല്ലടാ, അത് പേരാടാ. അതിന്റെ ബേഞ്ചോന്നല്ലേ വിളിച്ചത്, അങ്ങനെയല്ലേ വിളിച്ചത്. നിന്റെ ബേഞ്ചോ ബുദ്ധിയില്ലാത്തവനെ നീ ഒരാഴ്ച ഉണ്ടാവും ഇങ്ങനെ, പിന്നെ കമ്മിറ്റ് ഇടും. നോക്കിക്കോ എല്ലാരും ഇങ്ങനെയാണ്. ഫസ്റ്റ് ഒരു 4 ദിവസം സിംഗിൾ ഉണ്ടാവും, പിന്നെ കമ്മിറ്റ് ഇടും. നമ്മളെ പോലെ സിംഗിൾ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വൈബ് അടിച്ചടക്കാം. അതിനാണ് ഡിമാൻഡ്. എടാ അപ്പുകുട്ടൻ എന്തോ പറയുന്നത്, അപ്പുകുട്ടൻ എന്തോ പറയുന്നത്. ആര് വൈഫ്? ആര് വൈഫടാ? ആടാ വൈഫടാ? സൂര്യോസില്ലേ സിറ്റിയിൽ. ഇതൊക്കെ എനിക്കൊരു ബ്രേക്കപ്പ് കാലം ഉണ്ട്, അതാണ് ഇവർ പറയുന്നത്. കൊറേ നേരമായിരിക്കും. ഇവിടെ കിടന്ന് കറങ്ങണ്ട, ആസ്പൂട്ടിൽ ഇവിടെ കിടന്ന് കറങ്ങണ്ട. ഇത് വളയില്ല ആസ്പൂട്ടിൽ കിടന്ന് കറങ്ങണ്ട. 50 വയസ്സായി, അത് തൊഴിൽ കാണുന്നില്ലല്ലോ, പറ്റില്ലല്ലോ ആണല്ലേ. നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറി പിരാന്താ. കുട്ടി കാര്യങ്ങളാണ്. മെന്റലാണ്. കുറച്ച് കഴിയുമ്പത്തേക്ക് ശരിയാവും. പറയടാ. എനിക്ക് സാരുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കേട്ടില്ല. സാബ്ഗുരുവാ? എമർജൻസി ആണോ? സാബ്ഗുരു എവിടെ? ഓക്കെ ഞാൻ വരുന്നു. ശരി കുട്ടി, നാളെ നടക്കണം. ചേട്ടാ എന്തായിരുന്നു പേര്? എവൻ ചെറിയ മെന്റലാണ്. പറഞ്ഞത് കാര്യാക്കല്ലേ. എന്തേലും ഉണ്ടെങ്കിൽ 047 വിളിച്ചാൽ എന്റെ നമ്പരാ, ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ ശരി, വാടാ മുച്ചിരി. എന്റെ വണ്ടി ഏതോ കാട്ടി കിടക്കുവോ, അതെടുത്തോ. ആരിടിച്ച്? ഞാൻ വരുന്നു. എടാ വന്ന് കേറി. പ്രശ്നമായി. താങ്കൾ വരൂ. എവിടെ സാബുഗുരുടാ? എടാ സാബുഗുരു എവിടാ? ചന്ദ്രന്റെ നീകനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നാമ്പോ എനിക്ക് ചിന്തിക്കാൻ വയ്യ.
നീകൻ അവന്റെ 10 ഇരട്ടിയാ. ചന്ദ്ര ആ സൗകര്യം പറ. ചന്ദ്ര ലോല ഒരു മിനിറ്റ് ലോല ചന്ദ്ര വന്നിട്ട് വാ 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 ലോല കേക്കാവോ? ബ്രോ ഒന്ന് വണ്ടി അടിക്കാൻ തരാം പ്ലീസ്. ചന്ദ്ര പ്ലീസ് ബ്രോ ഒന്ന് ചന്ദ്ര വണ്ടി അടിക്കാൻ തരാം. ആ പിന്നെ റെക്സ്റ്റർ വാ സാബ് ഗുരു സേബ് അല്ല സാബ് ഗുരു. അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ല. എടാ ലോല നിന്റെ ചെവിയിൽ എന്താ? ആരാ? എന്നോട് വെച്ചാരാ വേഗം? ഏതാ ഏതാ മാസം. ഏതാ പിന്നെ നിങ്ങളെ പോലെ സംസാരിക്കാൻ അത് മുച്ചിരിയാ. എടാ ഈ ബാക്ക് കണ്ണിട്ട ആളാരാ? ചുമ്മാടാ മുച്ചിരി. ഇത് ബോബോയാ? ഏത് ഞാനാ? അപ്പൊ അത് ഇത് അപ്പുക്കുട്ടനാ. ആ ഓക്കേ ഓക്കേ. ആ റെക്സ്റ്ററേ റെക്സ്റ്റർ ആരാ? ഇതാരാ റെക്സ്റ്റർ? ചന്ദ്ര ആ ഹലോ ഹായ്. അതെ നമ്മളെ ഒരാഴ്ച മുൻപ് കുറച്ച് ഗൺസിന്റെ കാര്യം സംസാരിച്ചിരുന്നു. ഓക്കെ ഗൺസിന്റെയോ? യെസ്, ആ ചന്ദ്രയുടെ ബുദ്ധിയിലെ ഡയറക്റ്റ് സംസാരിച്ചു. ചന്ദ്രന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആരാണ് സംസാരിച്ചത് അതിനെ പറ്റി? ഗൺസിന്റെ കാര്യം? ഒരു സെക്കൻഡ്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ആരെടുത്ത്. എന്റെ വണ്ടിയാ, ചന്ദ്രന്റെ വണ്ടി പോകുന്നു. ഇപ്പൊ വരാം. സാബ് ഗുരു ആ വണ്ടി ഓടിക്കാൻ തരോ? അപ്പൊ കേൾക്കാമോ? ഓടിക്കാൻ തരാം. ആ ഒന്ന് ഓടിക്കാൻ എന്താ ഈ വണ്ടി, ഈ വലിയ വണ്ടി. എല്ലാരും പോയി ഓടിച്ചു. ചന്ദ്ര ഇവിടുന്നൊക്കെ ചോനം തരാം. ചന്ദ്ര ഗണ്ണ് കൊടുക്കാനുണ്ടോ? ഗണ്ണില്ല പക്ഷേ ഇല്ല, ഗണ്ണ് ഇപ്പല്ലേ കൊടുക്കാൻ. നമ്മള് കംപ്ലീറ്റ് നമ്മള് വിറ്റ്. പക്ഷെ നമുക്കിപ്പം ഗണ്ണ് എമർജൻസി ആയിട്ട് വേണം. നമ്മളന്ന് ഗണ്ണിന്റെ സംസാരിച്ച് ആരെടുത്തായിരുന്നു? പേരെന്തായിരുന്നു? ഇനി വേണമെങ്കിൽ അൺലോക്ക് ആക്ക്. ഇനി വേണമെങ്കിലേ സാബ് ഗുരു 15 കോടിക്ക് മുകളിലൊക്കെ പോകും കണ്ണ്. അതാണ് പ്രശ്നം. എന്റെ നമ്മുടെ ഇപ്പൊ ഇല്ല. നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ 15 ആവും. മനസ്സിലായാ? ആ 15 കോടി ഓക്കെയാണ്. 15 കോടിയാ? 15 × 10 150 അല്ലേ? 10 കണ്ണിന് 150. ഒരു മിനിറ്റ്. എടാ റെക്സിന് ഒരിടത്ത് ഇപ്പൊ സാരമില്ല, പക്ഷെ 15 കോടിക്ക് ഓരോന്ന് ഒപ്പിച്ചെന്ന് പറയുന്നത്. ആണോ? ചന്ദ്ര എല്ലാം ചോദിക്കും, എത്ര കണ്ണ് വേണമെന്നല്ല ചോദിക്കേ. ചന്ദ്രൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും സാധനം വരാൻ നിങ്ങൾ എന്നെ വിളിക്കണം, അല്ലെങ്കിൽ റെക്സ്റ്ററെങ്കിലും വിളിച്ചാൽ മതി. നമ്മള് കംപ്ലീറ്റ് എടുക്കും. ആണോ? വേറെ ടീമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഗണ്ണിപ്പം ഇനി ഒസാമ നമ്മക്കാ വെക്കുന്ന ഫുള്ള്. ഒസാമ ആരോ ഒസാമ നമ്മക്കാ വെക്കുന്നത്. ഒസാമ അറിയാം. ഫുള്ള് അറിയാം ഒസാമ അറിയാം. നിങ്ങളിപ്പോ നമ്മളെന്തായാലും അത് ഒരു ഉത്തരവാദിത്തത്തോടെ ഡീൽ ചെയ്യുള്ളൂ. മനസ്സിലായി. കണ്ടവർക്കൊന്നും കൊടുത്തിട്ടുള്ള പരിപാടി ഇല്ല. ഫാമിലിക്ക് മാത്രമേ ഡീൽ ചെയ്യുള്ളൂ. അത് നിങ്ങൾ പേടിക്കണ്ട. ഇത് 15 നവംബർ ഇപ്പൊ അറേഞ്ച് ചെയ്യണമെങ്കിൽ അർജന്റ് ആണെങ്കിൽ. കാരണം അർജന്റ് ഒന്നുമില്ല, നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ട് റീസെല് ചെയ്യാം. ഇല്ല നിങ്ങള് നോക്ക്, വേറെ കിട്ടണമെങ്കിൽ എടുത്തോ. ഞങ്ങളുടെ ഇപ്പം ഇല്ല, അറേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ച് ഡിലേ ആയി പോയി കണക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അതാണ് ഇത് കുറച്ച് അധികം ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അന്ന് റേറ്റും കുറച്ച് കുറവായിരുന്നു പറഞ്ഞിരുന്നത്. അതെ, ഇത് 15 CR ആവും. പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 3 കോടി ബ്ലാക്ക് അല്ലേ വരൂല്ലേ? കിട്ടത്തില്ല, ബ്ലാക്ക് എടുക്കൂല. നമ്മള് പറഞ്ഞതാ. എടാ നമ്മളെ ബ്ലാക്ക് ഒന്നും ആക്കിയില്ല കേട്ടോ. 1400 CR അടക്കം എടുക്കുന്നുണ്ടേ. എന്ത് ചെയ്യണം കേട്ടോ വേഗം. എടാ ഇതാരാ ഹോൺ അടിക്കുന്നേ? ഉച്ചിരി അടുത്ത ആഴ്ച നോക്കിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങുവാ. ഞാൻ കുറച്ചുണ്ട്. ശരി. നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ഒരു മിനിറ്റ്. ചന്ദ്ര ഒന്ന് കൊല്ലുന്നില്ല. കൊല്ലവനെ
ആരത് മുച്ചിരി അല്ല അല്ല മുച്ചിരി എന്ന് പറഞ്ഞൊരു പയ്യനെ മുതുക്കിലാ ഉള്ളത്. അപ്പൊ ഇത് വേറെ അവന്റെ വേഷം കെട്ടി കിടക്കണ വേറെ ആരാ ഇത്? അതുകൊണ്ട് കൊന്നു കളഞ്ഞു. നമ്മളെ കൂട്ടത്തില്ലല്ലോ നമ്മളെ കൂട്ടത്തില്ല അല്ല ഞങ്ങളുടെ കൂട്ടത്തില് അപരൻ 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 അപരൻ. അവരാധി അവരാധി അപരൻ. എടാ എടാ ഈ ബോഡി എടുത്ത് കായൽ ഈ മറ്റേ നമ്മുടെ ഇവിടെ മറ്റേ കടലിൽ കളഞ്ഞേക്കെ. ആ ഓക്കെ. എടാ അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ബൈ ബൈ ബൈ.